ഹലോ ഫ്രണ്ട്സ്, നമ്മൾ സിമ്പിൾ പാസ്റ്റിൻ്റെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. ഫോം പഠിച്ചു, ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു, പിന്നെ എന്തൊക്കെയാണ്, പിന്നെ നെഗറ്റീവ് അല്ലേ, എസ് ഓർ നോ ക്വസ്റ്റ്യൻ, WH ക്വസ്റ്റ്യൻ, പാസീവ് എല്ലാം ആയി. നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ളത് യൂസസ് ഓഫ് ദി സിമ്പിൾ പാസ്റ്റ്. നമ്മൾ ടെൻസ് പഠിച്ചിട്ട് അത് എവിടെയാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയണം. വാട്ട് ആർ ദി യൂസസ് ഓഫ് ദ സിമ്പിൾ പാസ്റ്റ്? സിമ്പിൾ പാസ്റ്റിന് ശരിക്കും പറയുകയാണെങ്കിൽ ഒറ്റ യൂസേ ഉള്ളൂ. അതെന്നാന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു സംഭവത്തെ പറ്റി പറയുക. കഴിഞ്ഞ കാലത്ത് നടന്നൊരു സംഭവം, ഈ കഴിഞ്ഞ കാലത്തെ പറ്റി നമ്മൾ പറയുന്ന സംഭവത്തെ പറ്റി പറയുമ്പോൾ എപ്പോഴും ഒരു സമയം പറയുന്നത് നല്ലതാണ്. എ ടൈം എക്സ്പ്രഷൻ എന്ന് പറയാൻ സമയം പറയും. എസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് നൈറ്റ്, അല്ലെങ്കിൽ ഇൻ 1919, ഇൻ 2011, അല്ലെങ്കിൽ 2012, ഇങ്ങനെ ഒരു സമയം പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയാം ലാസ്റ്റ് ഈവനിങ്, കഴിഞ്ഞ, എല്ലാം കഴിഞ്ഞ കാര്യമല്ലേ. കഴിഞ്ഞ രാത്രി, കഴിഞ്ഞ വൈകുന്നേരം, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം, കഴിഞ്ഞ ആഴ്ച, അങ്ങനെയല്ലേ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സമയം പറയുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പാസ്റ്റ്. ആ സന്ദർഭം ക്ലിയർ ആണെങ്കിൽ നമുക്ക് ആ സമയം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എഗോ. 2 years ago, എ വീക്ക് എഗോ. എഗോ എന്നുള്ള വാക്കല്ലേ. പിന്നെ വേറെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ. ചില നമ്മൾ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന നമ്മുടെ ഹാബിറ്റ്സ് ഇല്ലേ, റുട്ടീനൊക്കെ, നമ്മൾ റുട്ടീൻ അല്ലെ ഹാബിറ്റ്സ് നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന. വെൻ ഐ വാസ് എ സ്റ്റുഡൻറ്റ്, ഐ ഗോട്ട് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, വെൻ ടു ടെമ്പിൾ, പ്രേഡ് ടു ഗോഡ്, കെയിം ബാക്ക് and ate my breakfast, went to school, played with my friends, learned many things. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒന്നിച്ച് ഇങ്ങനെ ഒരു ശൃംഖല പോലെ പറയാം. ഇതൊക്കെ പറയാം, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമുക്കറിയാമല്ലോ കഥ തുടങ്ങുന്നത് എങ്ങനെയാണ്. വൺസ് അപ്പോൺ എ ടൈം there lived a giant. ആ ടൈം കൂട്ടിയാണ് പറയുന്നത്. വൺസ് അപ്പോൺ എ ടൈം there lived a giant. അതുപോലെ തന്നെ നമ്മൾ പറയല്ലേ, ഒരു ഈ കൊച്ചുനാളിലൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഇംഗ്ലീഷ് ആദ്യം പഠിക്കുമ്പം നമ്മൾ കഥ പറയുന്നത് എങ്ങനെയല്ലേ, വൺസ് അപ്പോൺ എ ടൈം എന്ന് പറയാം. അപ്പം ഒരു വൺസ് അപ്പോൺ എ ടൈം ഹ്യൂമൻസ് ലിവ്ഡ് ഇൻ കേവ്സ്. അതായത് പണ്ട് കാലത്തൊക്കെ മനുഷ്യൻ ഗുഹകളിലാണ് താമസിച്ചിട്ടുള്ളത്. വീട് പണിയാൻ അറിയത്തില്ല. അപ്പം ഇങ്ങനത്തെ പഴയ കാര്യങ്ങളെപ്പറ്റി പറയുന്നതിനാണ് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഈ ടൈം എക്സ്പ്രഷൻ ഒരു നല്ല കാര്യമാണ്, അത് പറയാമെങ്കിൽ. കാരണം ഒന്നുകൂടെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ വൺസ് അപ്പോൺ എ ടൈം, അല്ല കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ വീട്ടിൽ ഒരു കള്ളം കയറി. അത് പക്ഷേ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മൾ പറയുന്ന കാര്യം തീർന്നിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല. കംപ്ലീറ്റഡ് ആക്ഷൻ, തീർന്ന സംഭവം. മനസ്സിലായോ? ഇപ്പം ഇവിടെയാണ് ചിലപ്പോൾ നമ്മളൊരു കൺഫ്യൂഷൻ വരും, നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നത്. സിമ്പിൾ പാസ്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് നമ്മൾ എപ്പോഴും ഒരു വഴക്കുണ്ട്. അതെന്താണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. തൽക്കാലം നമ്മളിത് മനസ്സിലാക്കുക. അതായത് കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ സംഭവങ്ങൾ, തീർന്നു പോയ സംഭവങ്ങൾ, പിന്നെ അതിന് ബാക്കിയൊന്നുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പറയാനാണ് നമ്മൾ ഈ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ എക്സാമ്പിൾസ് ഞാൻ വായിക്കാം, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതുണ്ടോ, വി ഫിനിഷ് ദ പ്രോജക്റ്റ് യെസ്റ്റർഡേ. ഇന്നലെ തീർന്നതാണ്. ലാസ്റ്റ് ഇയർ വി വെൻറ്റ് ഫോർ ആൻ എക്സ്കർഷൻ. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയി. ലാസ്റ്റ് നൈറ്റ് ദേ മെറ്റ് അറ്റ് എ പാർട്ടി. കഴിഞ്ഞ രാത്രിയിൽ ഒരു പാർട്ടിയിൽ അവർ കണ്ടുമുട്ടി. ലാസ്റ്റ് വീക്ക് ഹി അറ്റൻഡഡ് ഇൻ്റർവ്യൂ. കഴിഞ്ഞ ആഴ്ചയിലൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു.
വി പാസ്ഡ് ഔട്ട് ഇൻ 2012. 2012 ഞങ്ങൾ പാസ് ഔട്ടായി. വെൻ ഹി വാസ് എ ബേബി ഹി പ്ലേഡ് വിത്ത് ഡോൾസ്. കണ്ടോ, ആ ടൈം ഇങ്ങനെ വരുന്നത്, ഒരവസ്ഥ. ഒരു ബേബി ആയിരുന്നപ്പോൾ പാവകളുമായിട്ട് കളിച്ചു, ഡോൾ. അതുപോലെ തന്നെ വെൻ ഹി വാസ് എ ബേബി ഇൻ ഹിസ് യങ്ങർ ഡേയ്സ് he read many books. Younger days, days എന്നാണ്. In his younger days he played with he read many books. ചെറുപ്പമായിരുന്നപ്പോൾ ഒത്തിരി ബുക്കുകൾ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അതുപോലെ in his student days he worked hard. ഒരു വിദ്യാർത്ഥിയായിരുന്നപ്പം നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തു. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞു. അതാണ് അതിനകത്ത് പോയിന്റ് നമ്മൾ ഓർക്കുന്നത്. കഴിഞ്ഞ കാര്യങ്ങൾ, തീർന്ന കാര്യങ്ങൾ. മെനി പീപ്പിൾ വെൽക്കം ദാറ്റ് ഐഡിയ. അവിടെ ടൈം എക്സ്പ്രഷൻ ഇല്ല, പക്ഷേ നമുക്ക് ആ ഒരു കോണ്ടക്സ്റ്റിൽ നമുക്ക് മനസ്സിലാകും സംഭവം കഴിഞ്ഞു എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് പറയാം മെനി പീപ്പിൾ വെൽക്കം ദാറ്റ് ഐഡിയ വെൻ ഇറ്റ് വാസ് പ്രപ്പോസ്ഡ്. വേണമെങ്കിൽ പറയാം, ഇപ്പം അല്ലേ തന്നെ ഇത് ക്ലിയർ ആണ്. I got up early, went to school, played football and spent a lot of time with my friends. അതാണ് ഒരു ശൃംഖല, ഒരു സീക്വൻസാണ്. നേരത്തെ എണീറ്റ് പോയി കളിച്ചു, കൂട്ടുകാരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്തു, അങ്ങനെ പറയാം. That family lived here 2 years ago. 2 വർഷം മുമ്പ്. അത് പറയുന്ന സമയം മുതൽ 2 വർഷം പുറകോട്ട് പോകണം. 2 years ago എന്നാണ്, മനസ്സിലായി. അതുപോലെ തന്നെയാണ് കാരണം. ദേ റീച്ച്ഡ് ഹോം ബിഫോർ ദ റെയിൻസ്. മഴയ്ക്ക് മുമ്പ് അവർ ചെന്ന് ചേർന്നു. ഇതാണ് നമ്മുടെ സിമ്പിൾ പാസ്റ്റ്. മനസ്സിലായി? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ സിമ്പിൾ പാസ്റ്റിൽ സംഭവം കഴിഞ്ഞു. പറ്റുമെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു സമയമുണ്ടല്ലോ, സമയം കാണിക്കുന്നതാണ്. സ്പെസിഫിക് ടൈം എന്നാണ്. കൃത്യമായ ഒരു സമയത്ത് സംഭവം നടന്നു കഴിഞ്ഞു. ഇങ്ങനത്തെ കാര്യത്തിനാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഏറ്റവും എളുപ്പം വളരെയധികം നമ്മൾ ഉപയോഗിക്കുന്നതുമായ ഒരു ടെൻസാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കാം. പിന്നെ അതിനകത്ത് അതിൻ്റെ ഫോം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 95% ക്രിയകളും ഇ ഡി ചേർക്കുക എന്നുള്ളതാണ്. കുറച്ച് ക്രിയകൾ മാത്രം eat ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞല്ലോ, വീക്ക് വെർബ്സ് ആൻഡ് സ്ട്രോങ് വെർബ്സ്. നേരത്തെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ അല്ലേ? അത് ഇത് നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ട്യൂസ്ഡേ നമ്മുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നമ്മൾ മൺഡേ സംഭവിച്ച കാര്യങ്ങളെ പറ്റിയല്ലേ പറയുന്നത്. അതാണ് പാസ്റ്റ് ടെൻസ്. അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നീ വരാതിരുന്നത് നമ്മൾ ചോദിക്കുക. അപ്പോൾ എനിക്ക് പനിയായിരുന്നു, എനിക്ക് മുട്ടുവേദനയായിരുന്നു. അത് ആ കഴിഞ്ഞ ആഴ്ച അങ്ങനെയായിരുന്നു എന്നുള്ളത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒത്തിരി സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ടെൻസാണിത്. അതുകൊണ്ട് ഈ ടെൻസ് നല്ലപോലെ പഠിക്കുക. ഇതിൻ്റെ വിവിധ രൂപമാറ്റങ്ങൾ, ട്രാൻസ്ഫോർമേഷൻസ് എന്നാണ് പറയുന്നത്. ട്രാൻസ്ഫോർമർ എന്ന് കേട്ടിട്ടില്ല. ഇപ്പം ട്രാൻസ്ഫോർമേഷൻ അതായത് മാറ്റങ്ങൾ വരുത്തുകയാണ്. അതാണ് നമ്മൾ he looked outside, then did he look outside? Where did he look? No. He ate a mango was eaten by him. ഇതൊക്കെ അതിൻ്റെ ഭാവങ്ങളാണ്, വിവിധ രൂപങ്ങളാണ്. അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നല്ലപോലെ ഒത്തിരി എക്സാമ്പിളൊക്കെ ഇട്ട് ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങളതൊക്കെ നോക്കി പഠിക്കുക. വളരെ പ്രയോജനകരമാണ്. അങ്ങനെ നിങ്ങൾ പഠിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ.